ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവരായി മരണപ്പെടുവാനും നാമെല്ലാവരും എപ്പോഴും പരിശ്രമിക്കണം എന്നാദ്യമായി വസിയത്ത് ചെയ്യും. മഴക്കാലം ആരംഭിച്ചിരിക്കുകയാണ്. മഴയോടൊപ്പം തന്നെ അപകടങ്ങളുടെയും മരണങ്ങളുടെയും ഒക്കെ വാർത്തകളും വർത്തമാനങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയൊക്കെ നാം കേട്ട വാർത്ത വല്ലാതെ നമ്മെ വേദനിപ്പിക്കുന്നതാണ്. ഓരോ ദിവസവും നമ്മുടെ കൺമുന്നിലൂടെ നമ്മുടെ മക്കളോ പേരക്കുട്ടികളോ ബന്ധുക്കളോ ഒക്കെയായി ഒട്ടേറെ കുട്ടികൾ സ്കൂളിലേക്ക് പോകാറുണ്ട്. ഒരുപക്ഷെ അവരുടെ സ്കൂൾ ബസ്സിനടുത്തേക്ക് നമ്മളായിരിക്കാം അവരെ കൈപിടിച്ച് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ സ്കൂളിലേക്ക് പോയ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പോയ ഒരു കുഞ്ഞിന്റെ മയ്യത്ത് വൈകുന്നേരം വീട്ടിലേക്ക് സ്വീകരിക്കേണ്ടി വരിക എന്ന മാനസികാവസ്ഥ ഏറെ പ്രയാസമുള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്തരം അപകടങ്ങളും ദുരന്തങ്ങളും മരണങ്ങളുമൊക്കെ ആത്യന്തികമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മരണത്തെക്കുറിച്ച് തന്നെയാണ്. എത്രമാത്രം നമ്മൾ മുൻകരുതലെടുത്താലും എത്രയൊക്കെ നമ്മൾ പേടിച്ചാലും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്തതാണ് മരണം എന്ന് നമുക്കെല്ലാം അറിയാം. നമ്മൾ എത്ര വെറുത്തിട്ടും കാര്യമില്ല. എത്രയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാവരുത് എന്ന് നമ്മൾ വിചാരിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, അല്ലാഹു പറയുന്നു, പറയുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം, ഫഇന്നഹു മുലാഖീകും, അത് തീർച്ചയായും നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മൾ കേൾക്കുന്ന മരണവാർത്തകൾ ഒരുപക്ഷെ ചില മുൻകരുതലുകൾക്കൊക്കെ നമ്മെ പ്രേരിപ്പിച്ചേക്കാം. ഇന്നും നാളെയും ഒക്കെയായി താഴ്ന്നു കിടക്കുന്ന വൈദ്യുത ലൈനുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന പരിശോധന നടത്തുകയും നമ്മളും അതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവരാവുകയും അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ഒക്കെ ചെയ്യാം. സ്കൂൾ പരിസരങ്ങളിൽ അധ്യാപകരും ബന്ധപ്പെട്ട ആളുകളുമൊക്കെ കൂടുതൽ ജാഗ്രത കൈക്കൊള്ളാം.
അതിനുമപ്പുറത്ത് വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോകാത്ത വീടിനെ കുറിച്ച്, ഉരുൾപൊട്ടലിൽ ദുരന്തം സംഭവിക്കാത്ത സ്ഥലത്ത് ടൗൺഷിപ്പുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒക്കെ നമ്മൾ ആലോചിക്കും. അതൊക്കെ ആവശ്യമാണ്, ഒരു സമൂഹം എന്ന നിലയിൽ അനിവാര്യമായ കാര്യവുമാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അപകടങ്ങളിലോ ദുരന്തങ്ങളിലോ വെള്ളപ്പൊക്കത്തിലോ ഉരുൾപൊട്ടലിലോ ഷോക്കേറ്റോ അല്ലെങ്കിൽ പോലും എന്തായാലും എന്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരും എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത്, ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയായാലും മരണം നിങ്ങളുടെ അടുത്തെത്തും. നിങ്ങൾ മരിക്കും, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുസയ്യദ, ഇത്രമാത്രം ഭദ്രമായ കോട്ടയുടെ ഉള്ളിൽ നിങ്ങൾ താമസിച്ചാലും ശരി, എത്രമാത്രം സംവിധാനങ്ങൾ നമ്മൾ അതിനു വേണ്ടി ഒരുക്കിയാലും ശരി, നമ്മൾ കാണുന്നതാണല്ലോ. വലിയ സുരക്ഷിതത്വമൊക്കെയുള്ള ഭരണാധികാരികൾ ഒരുപക്ഷെ ശത്രുക്കൾക്ക് അവരെ കൊല്ലാൻ കഴിഞ്ഞോളണമെന്നില്ല, എതിരാളികൾക്ക് അവരെ തകർക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ ചരിത്രത്തിൽ എവിടെയെങ്കിലും അങ്ങനെയുള്ള ഭരണാധികാരികൾ രക്ഷപ്പെട്ടു പോയത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അറിയപ്പെടുന്ന ഭരണാധികാരികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, പഴയ കാലത്തായാലും ആധുനിക കാലത്തായാലും. നമ്മൾ വാഹനങ്ങൾ വാങ്ങുമ്പോ, വീടുണ്ടാക്കുമ്പോ അതിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ച് ഏറ്റവും നല്ല സെക്യൂരിറ്റി ഉള്ള, അപകടത്തിൽപ്പെട്ടാലും നമ്മളുടെ ജീവൻ രക്ഷപ്പെടുന്ന, സഞ്ചരിക്കുന്ന കാറ് തകർന്ന് തവിട് പൊടിയായാൽ പോലും യാത്രക്കാർക്ക് അപകടം പറ്റാത്ത തരത്തിലുള്ള സെക്യൂരിറ്റി ഉള്ള വണ്ടിയാണോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ അതൊക്കെ ഉണ്ടായാലും, ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും, ആ അപകടത്തിൽ നിന്ന് നമുക്ക് മരണമല്ലാതെ നമ്മൾ രക്ഷപ്പെട്ടു പോന്നാലും, വലൗ കുന്തും ഫീ ബുറൂജിൻ മുസയ്യദ, അങ്ങനെ എന്തൊക്കെ സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാലും മരണം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, യാതൊരു സംശയവുമില്ല. നമ്മൾ ഓരോരുത്തരും ഇതിനിരയാകും. ഒരു ദിവസം ഇറങ്ങുന്ന പത്രത്തിൽ ഒരു മരണവാർത്തയുടെ അടിയിലായി നമ്മളുടെ ഫോട്ടോ ഉണ്ടാകും. സംശയിക്കേണ്ടതില്ല നമ്മളാരും. അത് എത്ര പ്രാധാന്യത്തോടു കൂടി വരും എന്നത് മാത്രമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളുടെ പേര് ചരമകോളത്തിൽ വരും, നിര്യാതരായി എന്നതിന്റെ അടിയിൽ വരും. ഒരുപക്ഷെ പെട്ടെന്ന് വിവരമറിയാത്ത ആളുകൾ ആ വാർത്ത കണ്ട് ഓ ഇദ്ദേഹം മരിച്ചുപോയോ എന്ന് അത്ഭുതപ്പെടും. മരണങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മരണത്തെ കുറിച്ചാണ് ഒന്നാമതായി ഓർമ്മിപ്പിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നതാണ് മരണം എന്നോട് ചോദിക്കുന്നത്. ഇമാം ശാഫിഈയുടെ സുപ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, തസവ്വദ് മിനൽ തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്ർ. തസവ്വദ് മിനൽ തഖ്വ, നീ തഖ്വയുടെ പാഥേയം ഒരുക്കുക, തഖ്വയുടെ ചോറ് പൊതിഞ്ഞെടുക്കുക. കാരണം നീ ഒരു യാത്രയിലാണ്. ഈ യാത്രയിൽ നിന്റെ ജീവിതം നിലനിർത്തേണ്ടത്, രക്ഷപ്പെടുത്തേണ്ടത് തഖ്വയുടെ പൊതിച്ചോറ് കൊണ്ടാണ്. തസവ്വദ് മിനൽ തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്ർ. രാത്രി ആയി കഴിഞ്ഞാൽ നാളെ നേരം വെളുക്കുമ്പോ നീ ഉണ്ടാകുമോ എന്ന് നിനക്കറിയില്ലല്ലോ. അനുഭവമില്ലേ നമുക്കെല്ലാം? എത്ര അനുഭവങ്ങൾ. രാത്രി വൈകുന്നത് വരെ സംസാരിച്ചിരുന്ന് നാളെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തി നമ്മുടെ അരികിൽ നിന്ന് പിരിഞ്ഞു പോയ ആളുകൾ ഈ പള്ളിപ്പറമ്പിലില്ലേ? എത്ര കൂട്ടുകാർ, എത്ര സഹോദരങ്ങൾ, എത്ര ബന്ധുക്കൾ. വീണ്ടും അദ്ദേഹം തുടർന്ന് പറയുന്നു, ഫകമ്മിൻ ഫതൻ അംസ വഅദഹ ലാഹികൻ വഅസ്ബഹ ലാഹികൻ. എത്രയെത്ര ചെറുപ്പക്കാർ, എത്രയെത്ര ചെറുപ്പക്കാർ അവരുടെ പ്രഭാതങ്ങളും അവരുടെ പ്രദോഷങ്ങളും ഒക്കെ ചിരിയുടേതായിരുന്നു, സന്തോഷത്തിൻ്റെതായിരുന്നു, ആഹ്ലാദത്തിൻ്റെതായിരുന്നു.
അക്ഫാനുഹു വഹുവ ലാ യദ്രി. അങ്ങനെ കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഉല്ലസിക്കുമ്പോഴും ആഹ്ലാദിക്കുമ്പോഴും അല്ലാഹുവിനെ മറക്കുമ്പോഴും ഒക്കെ അവൻ അറിയാതെ പോയ ഒരു വസ്തുതയുണ്ട്. ഈ അങ്ങാടിയിലെ ഏതോ ഒരു തുണിക്കടയിലെ ഷെൽഫിൽ അവനെ പൊതിയാനുള്ള തുണി നെയ്തു വെക്കപ്പെട്ടിട്ടുണ്ട്. അവനെ പൊതിയാനുള്ള കഫൻ തുണി അവിടെ നെയ്തു വെച്ചിരിക്കുന്നു. വഹുവ ലാ യദ്രി, അവനതറിയില്ല. എത്രയെത്ര പെൺകുട്ടികളാണ്, എത്രയെത്ര വധൂവരന്മാരാണ്, നവദമ്പതികളാണ്. എത്ര പെൺകുട്ടികൾ അവരുടെ ഭർത്താവിന് വേണ്ടി അവരണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് ആദ്യ രാത്രിക്ക് വേണ്ടി. പക്ഷേ ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെ മരണപ്പെട്ടു പോയിട്ടുണ്ട് പലരും. എത്ര കുട്ടികൾ, എത്ര ചെറുപ്പക്കാർ, എത്ര യുവാക്കൾ ഇവൻ നാടിന് ആവശ്യമാണ് എന്ന് നമ്മൾ വിരൽ ചൂണ്ടി പറഞ്ഞവർ, ഇവൻ വലുതായാൽ ആരൊക്കെയോ ആവുമെന്ന് നമ്മൾ വിചാരിച്ചവർ, ഇവൻ ഈ നാട്ടിന്റെ ഒരു സമ്പത്താകും എന്ന് നമ്മൾ എല്ലാവരും ഒന്നിച്ച് അഭിപ്രായം പറഞ്ഞവർ, അവർ ഈ നാട്ടിൽ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചവർ. പക്ഷേ അങ്ങനെയുള്ള കുട്ടികളുടെ മയ്യത്തിന് പുറത്തേക്ക് മണ്ണ് വാരിയിട്ട കൈകളല്ലേ നമ്മളുടേത്. എത്ര മനുഷ്യന്മാർ ആശുപത്രികളിൽ, വീടുകളിൽ കടന്ന് കാലമേറെയായി ആ കടന്നത് കൊണ്ട് ശരീരത്തിൽ വ്രണങ്ങളുണ്ടായ രോഗികളില്ലേ നമുക്ക്? എത്രയാളുകൾ വർഷങ്ങളായി ആശുപത്രികളിലും വീടുകളിലും കടന്നുകൊണ്ടിരിക്കുന്നവർ. എന്നാലോ ഒരു രോഗമില്ലാതെ മരിച്ചു വീണ ചെറുപ്പക്കാരില്ലേ? ഒരു രോഗവുമില്ലാതെ ഞെട്ടിപ്പോയ മരണങ്ങൾ, തകർന്നുപോയ മരണങ്ങൾ, വീട്ടുകാരും നാട്ടുകാരും കുടുംബവും ഒക്കെ. അങ്ങനെയൊക്കെയാണ് മരണം. ഇങ്ങനെയൊക്കെയാണ് മരണം നമ്മളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞു, നിങ്ങൾ മരണത്തെ കുറിച്ച് ധാരാളമായി ഓർമ്മിക്കുക, മരണത്തെ കുറിച്ച് ഓർമ്മിക്കുക. നോക്കൂ, ഒരു പ്രധാനപ്പെട്ട പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ജോലി ലഭിക്കാൻ വേണ്ടി പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ മുമ്പിൽ അവൻ വാച്ച് കരുതി വെക്കുന്നു സമയം നോക്കാൻ. അവനറിയാം 3 മണിക്കൂറാണ് എന്റെ പരീക്ഷയ്ക്കുള്ള സമയം, അല്ലെങ്കിൽ 2 മണിക്കൂറോ 1 മണിക്കൂറോ ആണ് എന്റെ പരീക്ഷയ്ക്കുള്ള സമയം. അതിനിടയിൽ ഞാൻ ഈ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി തീർത്തില്ലെങ്കിൽ എനിക്ക് പരാജയമായിരിക്കും എന്നവൻ തിരിച്ചറിയുകയാണ്. അതിനാണ് അവൻ അവന്റെ മുന്നിൽ വാച്ച് വെച്ചിരിക്കുന്നത്. നോക്കൂ, ഇവിടെ നമ്മളൊരു പരീക്ഷാ ഹാളിലാണ്. പക്ഷേ ഈ പരീക്ഷ എപ്പോഴാണ് അവസാനിക്കുന്നത് എന്ന് നമുക്കാർക്കും അറിയില്ല. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ എല്ലാവരും അവരവരുടെ വീടുകളിൽ തിരിച്ചെത്തും എന്ന് ഉറപ്പു പറയാൻ കഴിയുന്ന ഒരാളും ഇവിടെയില്ല. അടുത്ത വെള്ളിയാഴ്ച ഈ പള്ളിയിൽ മറ്റേതെങ്കിലും പള്ളികളിൽ ജുമുഅ നിസ്കരിക്കാൻ എനിക്ക് കഴിയും എന്ന് പറയാനുള്ള ഒരു ധൈര്യവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല, നമുക്ക് ആർക്കും ഇല്ല. സ്വാഭാവികമായും ഉണ്ടാകേണ്ടത് ഈ മരണത്തെ കുറിച്ചുള്ള ബോധമാണ്. അല്ലാഹു പറയുന്നുണ്ട്, ജനങ്ങൾക്ക് വിചാരണ അടുത്തിരിക്കുന്നു, പക്ഷെ അവർ അശ്രദ്ധയിലാണ്. ഖിയാമത്ത് നാളിന്റെ കണക്ക് പറയുമ്പോ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ എന്റെ സമയം, എന്റെ ഖിയാമത്ത്, എന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കേണ്ട സമയമാണ് മരണം. അവിടെ തീർന്നു എന്റെ എല്ലാം.
ആ തീരുന്നതിന് മുമ്പ് ഞാൻ ഒരുങ്ങിയോ തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹത്താ ഈശു ഇലൽ ഫജ്രി എന്ന് ഇമാം ശാഫിഈ പറഞ്ഞതുപോലെ ഞാൻ ഒരുങ്ങിയോ എന്നതാണ്. രണ്ടാമത്തെ കാര്യം അതാണ്. അല്ലാഹു പറഞ്ഞല്ലോ സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. ഒന്ന്, മരണത്തെ കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കുക, അതിന്റെ അവസാനമാണെന്ന് മനസ്സിലാക്കുക. അതിനു മുമ്പ് ഞാൻ ഒരുങ്ങേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുക. പിന്നെ എനിക്ക് അമലുകൾ ചെയ്യാനുള്ള ഒരു അവസരവും ഉണ്ടാവുകയില്ല എന്ന് നിരന്തരമായി എന്റെ മനസ്സിനോട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക. രണ്ടാമത്തേത് ഇതാണ്, ഈ ഒരു ബോധം. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. അല്ലാഹുവിലേക്ക് ഞാൻ മടക്കപ്പെടും എന്ന ഈ ബോധം, അതിനുവേണ്ടി എന്ത് തയ്യാറെടുപ്പ് ഞാൻ നടത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതേണ്ടതുണ്ട് എന്ന ബോധം ഒരു വിദ്യാർത്ഥിക്കുണ്ടാകുന്നത് പോലെ ഇതിലെ ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായി രേഖപ്പെടുത്തിയാലേ എന്റെ ജോലി എനിക്ക് ലഭിക്കുകയുള്ളൂ എന്നൊരു ഉദ്യോഗാർത്ഥി വിചാരിക്കുന്നത് പോലെ അല്ല. ആ ജോലി ലഭിച്ചില്ലെങ്കിലും പടച്ചതമ്പുരാൻ ഏതെങ്കിലും രൂപത്തിൽ റിസ്ക് തരാം. ആ പരീക്ഷ ജയിച്ചില്ലെങ്കിലും വേറെ പരീക്ഷകൾ ഉണ്ടാകാം. പക്ഷെ ഇവിടെ ഈ ഒരൊറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ, നമ്മളുടെ ജീവിതം എന്ന ഈ പരീക്ഷ. ഈ പരീക്ഷയിൽ, ഈ പരീക്ഷണത്തിൽ ജയിക്കുവാനും അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുവാനും എന്ത് ഞാൻ ഒരുക്കി വെച്ചു എന്നതായിരിക്കണം ഇത്തരം മരണങ്ങൾ നമ്മളോട് പറയുന്നത്. ഇന്നലെ ആ വിദ്യാർത്ഥിയുടെ മരണവാർത്തയോടൊപ്പം തന്നെ മറ്റൊരു മരണവാർത്ത നമ്മൾ കേട്ടല്ലോ. പൊട്ടി വീണ ലൈനിൽ തട്ടി ഷോക്കേറ്റ് മരിച്ച ഒരു മനുഷ്യൻ. അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇന്നലെ അയാൾ മരണപ്പെടുമെന്ന്? അയാൾ അറിഞ്ഞുകൊണ്ട് പോയി ചാടിയതല്ലല്ലോ. സ്വാഭാവികമായും നമ്മളും അത്തരം അപകടങ്ങളെ നേരിടേണ്ടി വന്നേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ തയ്യാറെടുപ്പ് നമ്മൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ, മുസ്ലിമുകളായി മരണപ്പെടുവാൻ നാം എല്ലാവരും എപ്പോഴും പരിശ്രമിക്കണം എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ തോളിൽ പിടിച്ചു, ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ കആബിൽ സബീൽ. നീ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ ആയിത്തീരുന്നു. ഞാനിവിടെ സ്ഥിരമായിട്ട് നിൽക്കേണ്ടവനാണ് എന്നുള്ള നിലയിലല്ല, മറിച്ച് ഇത് കടന്നു പോകേണ്ടവനാണ് എന്ന ബോധത്തോടെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാ. നേരം വെളുത്തു കഴിഞ്ഞാൽ വൈകുന്നേരമാവട്ടെ എന്ന് വിചാരിക്കണ്ട. ഇന്ന് വൈകുന്നേരം മുതൽ എല്ലാം റെഡിയാക്കാം എന്ന് വിചാരിക്കണ്ട, കാത്തിരിക്കേണ്ടതില്ല നിങ്ങൾ വൈകുന്നേരങ്ങളെ. വൈദാ അംസൈത ഫലാ തൻതദിരിൽ സബാഹ്. ഇനി വൈകുന്നേരമായാൽ നാളെ രാവിലെ മുതൽ എല്ലാം റെഡിയാവാം എന്ന് വിചാരിക്കണ്ട. അങ്ങനെ പ്രഭാതങ്ങളെ നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. ഫഖുൽ മിൻ സിഹ്ഹതിക ലിമർദിക്. ഈ ആരോഗ്യമുള്ള സമയത്ത് രോഗമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ സമയത്തേക്കുള്ള അമലുകൾ കൂടി ചെയ്തു വെക്കുക. വഫി ഹയാതിക ലിമൗതിക്. ഈ ജീവിതകാലത്ത് മരണത്തിന് ശേഷം രക്ഷപ്പെടാനുള്ള അമലുകൾ ചെയ്തു വെക്കുക. ഇതാണ് നമ്മൾ കരുതി വെക്കേണ്ട കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, വിദ്യാർത്ഥികളോട്, യുവാക്കളോട് സാഹസത്തിന് മുതിരാതിരിക്കുക. റീൽസ് ഇടാനും സോഷ്യൽ മീഡിയകളിൽ ഷെയർ ചെയ്യാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടേണ്ടതുണ്ട് എന്ന് തോന്നുന്ന, അതൊരു മത്സരമായി കരുതുന്ന ഒരു ലോകത്തുകൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അത് ചെയ്യാതിരിക്കുക.
നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മളുടെ മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഇണകൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയ ആളുകൾ നമ്മളുടെ അശ്രദ്ധ കൊണ്ട്, മരണം അല്ലാഹുവിന്റെ വിധിയാണ്, ശരിയാണ്, പക്ഷേ നാം എടുക്കേണ്ട മുൻകരുതലുകൾ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഒട്ടകത്തെ അഴിച്ചുവിട്ടുകൊണ്ടല്ല തവക്കുലാക്കേണ്ടത്, ഒട്ടകത്തെ കെട്ടിക്കൊണ്ടാണ് തവക്കുലാക്കേണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ദുരന്തങ്ങളിൽ സ്വീകരിക്കേണ്ട മര്യാദകളും നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. പലപ്പോഴും അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോഴേക്ക് എല്ലാവരും അവിടത്തേക്ക് ഒഴുകുകയാണ്. ഒറ്റ കാര്യം മാത്രമാണ് ഇപ്പൊ സൂചിപ്പിക്കുന്നത്, ഒരു കാര്യം മാത്രം. ഒരു അപകടം നടന്ന, ഒരു ദുരന്തം നടന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം മാത്രം ആലോചിക്കുക, എന്റെ സാന്നിധ്യം അവിടെ ആവശ്യമാണോ അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കുക. ഒരു ദുരന്തം എവിടെയെങ്കിലും ഉണ്ടായി, ഈ പള്ളിയിലുള്ള അല്ലെങ്കിൽ കുറ്റ്യാടിയിലുള്ള ഒരു 100 ആളുകൾ ഒന്നിച്ച് അവരുടെ വാഹനങ്ങളുമായി കുറ്റ്യാടി അങ്ങാടിയിലേക്ക് എത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന പ്രയാസം എന്താണ്? അപകട സ്ഥലങ്ങളിലേക്ക് അനിവാര്യമായി എത്തിച്ചേരേണ്ട ആളുകൾ മുടങ്ങിക്കിടക്കുകയാണ്. അപകട സ്ഥലങ്ങളിൽ നിന്ന് അനിവാര്യമായി ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ട ആളുകളുടെ യാത്ര പ്രയാസപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം. ഈ ഒരൊറ്റ കാര്യം മാത്രം, നമ്മളെ കൊണ്ട് ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് പ്രയാസമുണ്ടാകരുത് എന്നെങ്കിലും തീരുമാനിക്കാനുള്ള മനുഷ്യത്വം നമുക്കുണ്ടാകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അംഗീകരിച്ച് ജീവിക്കുവാനും മരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.